മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. നമ്മുടെയൊക്കെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മളെ കുറ്റം പറയുന്നവരെ ഒരിക്കലും ശ്രദ്ധിക്കാനേ പോകരുത്. അവരെ വിട്ടുകളയുക. കാരണം എന്താണെന്നറിയോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെക്കാൾ രണ്ടടി പിറകിലാണ്. ഇപ്പോഴും നമ്മളാണ് മുന്നിൽ. അതുകൊണ്ടാണ് അവർക്ക് നമ്മുടെയൊക്കെ പുറകിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരിക. ഒരുപക്ഷെ അവർ നമ്മുടെ മുന്നിലായിരുന്നെങ്കിൽ അവർക്ക് നമ്മളെ നോക്കി കുറ്റം പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല, അല്ലേ? നമുക്കെല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ്. ഇതാണ് ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരുടെ കാതുകളിലേക്ക് ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് തരുന്നത് കേട്ടോ. നമ്മുടെ യാത്രയിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാനുള്ള യാത്രയിൽ പലരും നമ്മളെ പരിഹസിക്കും, പലരും നമ്മളെ കുറ്റപ്പെടുത്തും, പലരും നമ്മളെ പരിഹസിച്ചിരിക്കും. എടാ നിനക്ക് വേറെ പണിയില്ലേടാ എന്ന ചോദ്യങ്ങൾ പലയിടത്തുനിന്ന് കേൾക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ ആ യാത്ര, നമ്മുടെ ഗോൾ, ലക്ഷ്യം നേടാനുള്ള യാത്ര എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പരിശുദ്ധമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നവരെയൊക്കെ പോയി പണി നോക്കാൻ നമ്മൾ പറയണം. അവരുടെ മുഖത്തോക്കി പറയാനൊന്നും വേണ്ട, മനസ്സിലിരിക്കട്ടെ. ഒരു കാലത്ത് നമ്മുടെ വളർച്ച കണ്ട് അവർ തന്നെ ചിന്തിച്ചോളും, ഈശ്വര ഇവനെയാണല്ലോ ഞാൻ അന്നങ്ങനെ ചിന്തിച്ചത്. കാര്യം മനസ്സിലായി. അതാണ് കലാം നമുക്ക് തരുന്ന വാക്ക്. നമ്മുടെ പുറകിൽ നിന്ന് നമ്മളെ കുറ്റം പറയുന്നവർ ഒരിക്കലും നമ്മുടെ ചെവിക്കടുത്തൊന്നും എന്ന് പറയത്തില്ല. നമ്മളെക്കുറിച്ച് മറ്റൊരാളുടെ നെഗറ്റീവ് പറയുന്നവർ നമ്മുടെ പുറകിലാണ് നിൽക്കുന്നത്. മുന്നിൽ വന്ന് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ള ധൈര്യം അവർക്കില്ല. നമ്മുടെ കുറ്റം പറയാനോ നമ്മുടെ ഒന്നും പറയാനുള്ള ധൈര്യം അവർക്കില്ല. അവർ നമ്മുടെ പുറകിലാണ് ഇപ്പോഴും. ഇവിടെയും നമ്മളാണ് എന്താണ് മുന്നിൽ നിൽക്കുന്നത്, അല്ലേ? സോ അത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ ലൈഫ് എത്ര മനോഹരമാണെന്നറിയാം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എത്രത്തോളം മുന്നിലേക്കാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നേടേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നേക്ക് നടക്കുക. ഒരിക്കലും യൂട്ടേൺ അടിച്ച് പുറകിലേക്ക് പോകാതിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ടാവും ഈ ലോകത്ത്, അല്ലേ? സത്യമല്ലേ ഞാൻ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് തന്നെ പല കുറ്റങ്ങളും, പല പരിഹാസങ്ങളും, പല കളിയാക്കലുകളും, ചിരിക്കലും ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ട ലൈഫിൻ്റെ ഊർജ്ജമാണെന്ന് മാത്രം ചിന്തിക്കുക. നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നത് നമ്മുടെ പുറകിലാണെന്ന് മനസ്സിലാക്കുക. അവരൊരിക്കലും നമ്മുടെ മുമ്പിലേക്ക് എത്തില്ലെന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോഴും മുമ്പിലാണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് സ്മൂത്തായിട്ട് നേടിയെടുക്കാൻ സാധിക്കും. സോ ഇന്നത്തെ മധുര നാരങ്ങ അവസാനിക്കുന്നു. മറ്റൊരു മനോഹരമായ ടോപ്പിക്കുമായി വീണ്ടും കേട്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂടിയുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ് വിത്ത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈവ് UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ.